Questions ആണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. First question. It is drafted in accordance with the Schedule 3 of the Companies Act 1956. It is useful only to a public company which does not invite public subscription. Find out the document. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. Schedule 3 Part 1 ൽ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ് ഏതാണ്? അതേപോലെ തന്നെ പബ്ലിക് കമ്പനി യൂസ് ചെയ്യാത്ത പബ്ലിക് കമ്പനി മാത്രം യൂസ് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻസ് യൂസ് ചെയ്യാൻ നേരത്ത് ലിമിറ്റഡ് ബൈ ഷെയർസ് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ് ഏതാണ്? സ്റ്റേറ്റ്മെന്റ് ഇൻ ലിയോ ഓഫ് പ്രോസ്പെക്ടസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Aarthi, Bindu and Chandrika intended to promote a company. What are the important functions that to be performed by them as promoters? അതായത് പ്രൊമോട്ടേഴ്സ് ആയിട്ടാണ് ആരതി, ബിന്ദു, ചന്ദ്രിക ആക്ട് ചെയ്യാൻ പോകുന്നത്. അവരുടെ ഫംഗ്ഷൻസ്, ഇപ്പോൾ പ്രൊമോഷൻ്റെ ഫംഗ്ഷൻസ് ആണ് എഴുതേണ്ടത്. പ്രൊമോഷൻ എന്താണെന്ന് ആദ്യം എഴുതുക. പ്രൊമോഷൻ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് കമ്പനിയുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. അതായത് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക, പ്രോസ്പെക്ടസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, സ്റ്റെപ്സ് ഇനീഷ്യേറ്റ് ചെയ്യുക, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രൊമോഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇവർ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് പ്രൊമോഷൻസ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുക. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്ടിവിറ്റിയാണ് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. രണ്ടാമത് ഫീസിബിലിറ്റി സ്റ്റഡീസ്. അവരൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഒരു കമ്പനിക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, എത്രത്തോളം വയബിലിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും അതിനുണ്ടെന്നുള്ളതാണ് സെക്കൻഡ് ഫീസിബിലിറ്റി സ്റ്റഡീസിൽ പറയുന്നത്. തേർഡ് ടെക്നിക്കൽ ഫീസിബിലിറ്റി. അതിനകത്ത് ഫീസിബിലിറ്റി സ്റ്റഡീസ് നടത്തുന്നത് ടെക്നിക്കൽ, ഫിനാൻഷ്യൽ, എക്കണോമിക് പലതരത്തിലുള്ള ഫീസിബിലിറ്റി സ്റ്റഡീസ് ഉണ്ട്. ടെക്നിക്കൽ ഫീസിബിലിറ്റി സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽസ് കണ്ടെത്തുക, അതിനൊക്കെ ടെക്നോളജി ഈസിലി അവൈലബിൾ ആണോ എന്ന് നോക്കുക, നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്ന കോസ്റ്റ് പ്രോജക്റ്റിന് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക, പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കുന്നതാണ് എക്കണോമിക് ഫീസിബിലിറ്റി. ആ പേര് പോലെ തന്നെയാണ് ഓരോ ഫീസിബിലിറ്റി സ്റ്റഡീസും ചെയ്യുന്നത്. തേർഡ് വൺ ആണ് പേര് അപ്രൂവ് ചെയ്യാൻ, നെയിം അപ്രൂവൽ എന്നുള്ളത്. ഒരു കമ്പനീന് പേര് സെലക്ട് ചെയ്തതിനു ശേഷം പ്രൊമോട്ടേഴ്സ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ ടു ദ രജിസ്ട്രാർ. കമ്പനി രജിസ്ട്രാറിന് ആ പേര് സബ്മിറ്റ് ചെയ്യണം. ഇത് അപ്ലൈ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ രജിസ്ട്രാറിന് അപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സെലക്ട് ചെയ്തിരിക്കുന്ന പേരെന്ന് പറയുന്നത് ഐഡന്റിറ്റിക്കൽ ആയിരിക്കരുത്, ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയുടെ പേരോ ഒന്നും ആയിരിക്കരുത്. ദെൻ ഫിക്സിംഗ് അപ്പ് സിഗ്നേറ്ററീസ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. Promoters have to decide about the members who will be signing the memorandum of association of the proposed company. ആരാണ് ഓരോ കമ്പനിയുടെയും സിഗ്നേറ്ററി ആയിട്ട് ആക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പ്രൊമോട്ടേഴ്സ് നേരത്തെ ഡിസൈഡ് ചെയ്തിരിക്കണം. ദെൻ അപ്പോയിൻമെന്റ് ഓഫ് പ്രൊഫഷണൽ. പ്രൊമോട്ടേഴ്സ് മെർച്ചന്റ് ബാങ്കേഴ്സിനെ, ഓഡിറ്റേഴ്സിനെ, അതുപോലെയുള്ള ആവശ്യമുള്ള എല്ലാ ആളുകളെയും കൃത്യമായിട്ട് അപ്പോയിന്റ് ചെയ്യുകയും പ്രിപ്പറേഷൻസിന് ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാൻ അസിസ്റ്റ് ചെയ്യുകയും ചെയ്യണം. ദെൻ പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഡോക്യുമെന്റ്സ്. Promoters prepare certain legal documents which are to be submitted to the registrar of companies. ഓരോ കമ്പനിയും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണോ പ്രിപ്പയർ ചെയ്യേണ്ടത് അതൊക്കെ പ്രിപ്പയർ ചെയ്യുകയും വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസും ആർ ടു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ദാറ്റ് ടു ബി പ്രിപ്പയർഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി. Can you write any three differences between them? We have to write the difference between Memorandum of Association and Articles of Association. ഇതിൽ ഒന്നാമത്തത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്താണ്? കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യുന്നതാണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് റൂൾസ് ഓഫ് ഇന്റേണൽ മാനേജ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ബൈലോസ് ഓഫ് ദ കമ്പനിയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ മെയിൻ ഡോക്യുമെന്റ് ആണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സബ്സിഡറി ടു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. Then Articles of Association defines the relationship of the companies with outsiders. Memorandum of Association relationship കമ്പനിയുടെ ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. Articles of Association ആണെങ്കിൽ defines the relationship of the company within company and members. Memorandum of Association act beyond ഏതെങ്കിലും തരത്തിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന് ബിയോണ്ട് ആയിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻവാലിഡും നമുക്ക് റാറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതുമാണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അപ്പുറത്ത് ചെയ്യാൻ വേണ്ടി കുറച്ചൊക്കെ ആൾട്ടർ ചെയ്യാനും വയലേറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ ഒരു കാരണവശാലും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഫയൽ ചെയ്യുക എന്നുള്ളത് കമ്പൽസറി ആണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഫയൽ ചെയ്യുക എന്നുള്ളത് കമ്പൽസറി അല്ല.
Next question. I disclose the purpose for which the share capital of the company will be utilized. എന്തിനാണ് ക്യാപിറ്റൽ യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്ന പർപ്പസ് ചെയ്യുന്ന ഡിസ്ക്ലോസ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഒബ്ജക്റ്റീവ് ക്ലോസ് ആണ്. നെക്സ്റ്റ് വൺ ആണ് കാവ്യ wishes to buy 500 shares of BSNL Limited, which is open for public issues. A document issued by the company should help her to make a sensible investment. Identify the document and write its contents. കാവ്യയ്ക്ക് 500 ഷെയർസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി പബ്ലിക് ഇഷ്യൂസ് ചെയ്തിട്ടുള്ള കമ്പനിയിൽ അത് നോക്കി അതിന് സെൻസിബിൾ ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ് ആയിരിക്കും യൂസ് ചെയ്യുക? പ്രോസ്പെക്ടസ് ആയിരിക്കും യൂസ് ചെയ്യാൻ, നമുക്കറിയാവുന്നതല്ലേ. പ്രോസ്പെക്ടസ് എന്താണെന്ന് എഴുതുക, അതിന്റെ കണ്ടന്റ്സ് എഴുതുക. Prospectus is a document issued by a public companies inviting the public to subscribe for shares or debentures of the company. It contains all information regarding the company's affairs and its future prospectus. പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആയിട്ടുള്ള പബ്ലിക് കമ്പനീസ് ഇഷ്യൂ ചെയ്യാൻ, ഒരു ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും ഇൻവോൾവ് ആയിരിക്കും. A prospectus must be contained, signed by all the directors. അത് കൃത്യമായിട്ട് must be dated and signed by all directors. Copy of prospectus രജിസ്ട്രാറിന്റെ അടുത്ത് ഫയൽ ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് പ്രോസ്പെക്ടസിന്റെ കണ്ടന്റ്സ് എന്ന് നമുക്ക് നോക്കാം. 1. Name and address of registered office of the company. Then main objectives of the company. Then classes of shares and debentures. Name and address and occupations of all the signatories of memorandum. Details of the borrowing powers of the company. Name and address and occupation of the directors and managing directors. അതേപോലെ തന്നെ പ്രൊമോട്ടേഴ്സിന്റെ പേരും അഡ്രസ്സും, മിനിമം സബ്സ്ക്രിപ്ഷൻ, then time of opening and closing subscription, then എത്രത്തോളം എമൗണ്ട് ആണ് ഓരോ ആപ്ലിക്കേഷൻസിലും അലോട്ട്മെന്റിലും പേ ചെയ്യേണ്ടത്, then അണ്ടർ റൈറ്റേഴ്സിന്റെ പേര്, then പ്രിലിമിനറി എക്സ്പെൻസിന്റെ ഡീറ്റെയിൽസ്. Next question. From the following, find out the odd man, prospectus, table A, memorandum of association, articles of partnership. ഇതിൽ ഏതാണ് odd one എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ articles of partnership ആണ് odd one. Next question. Memorandum of association is the Magna Carta of the company. Elaborate the statement by stating 3 features. Memorandum of association Magna Carta of the company ആണെന്നുള്ളത് നമ്മൾ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ്. അതിന്റെ 3 ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Memorandum of association എന്താണ്? It is the fundamental document of the company. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡോക്യുമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ചാർട്ടർ അല്ലെങ്കിൽ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. ഇതിനുള്ളിലാണ് കമ്പനിയുടെ കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സും ഏത് രീതിയിലാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യേണ്ടെന്നുള്ള ഫ്രെയിംവർക്സും കമ്പനി കൃത്യമായിട്ട് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്നും പറയുന്നത്. Its purpose is to enable the shareholders, creditors and all others who deal with the company to know the scope of the company's operations. മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഷെയർ ഹോൾഡേഴ്സിനും ക്രെഡിറ്റേഴ്സിനും എല്ലാവർക്കും കമ്പനിയുമായിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാവർക്കും കമ്പനിയുടെ സ്കോപ്പ് അറിയുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അതേപോലെ തന്നെ കമ്പനിയും ഔട്ട്സൈഡ് വേൾഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് പറയുന്നത് ഈ ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലാണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കൃത്യമായിട്ട് പ്രിന്റ് ചെയ്തിരിക്കണം, പാരഗ്രാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് നമ്പർ കോൺസിക്യൂട്ടീവ്ലി കൊടുത്തിരിക്കണം, സബ്സ്ക്രൈബേഴ്സ് സൈൻ ചെയ്തിരിക്കണം. Okay. Next question. A group of 5 persons intends to start a private limited company in the name of Nehru Traders Limited. They submit an application to the registrar with all documents. A registrar did not give registration in this name. Can you justify this? 5 പേര് ചേർന്ന് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങാൻ പോവുകയാണ്. അവരതിന് ജവഹർലാൽ നെഹ്റു ട്രേഡേഴ്സ് ലിമിറ്റഡ് എന്ന് പേരിട്ടു. അവർ ആപ്ലിക്കേഷൻ ഒക്കെ സബ്മിറ്റ് ചെയ്തു. രജിസ്ട്രാർ പക്ഷേ രജിസ്ട്രേഷൻ കൊടുത്തില്ല. നിങ്ങൾ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ? ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ഡിസിഷൻ രജിസ്ട്രാർ എടുത്ത ഡിസിഷൻ കറക്റ്റ് ആണ്. കമ്പനിക്ക് ഒരിക്കലും അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒപ്പീനിയൻ പറയുന്ന അല്ലെങ്കിൽ അത്രയും ഫേമസ് ആയിട്ടൊരു വ്യക്തിയുടെ പേര് എടുത്തു വെച്ച് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നെയിം നോട്ട് സജസ്റ്റ് എനി കണക്ഷൻ വിത്ത് അവർ നാഷണൽ ഹീറോ ആയിട്ട്, ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാറ്റേണേജ് നാഷണൽ ഹീറോ ആയിട്ട് രാജ്യസ്നേഹിയായിരുന്ന ഒരു വ്യക്തിയുമായിട്ട് ഒരിക്കലും ഒരു കാരണവശാലും ആ പേര് മിങ്കിൾ ചെയ്യാനായിട്ട് പാടില്ല. നമ്മളൊരു കുറേ തവണ പറഞ്ഞതാണ്, പേരൊരിക്കലും ഐഡന്റിറ്റിക്കൽ ആകരുത്, എക്സിസ്റ്റിംഗ് കമ്പനിയുടെ പേരൊന്നും ആവരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Blue Moon Limited started a business immediately after getting certificate of incorporation. It is legally valid. Give your commitments. Blue Moon Limited
സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിയപ്പോൾ ഉടനെ തന്നെ അവർ ബിസിനസ് തുടങ്ങി, അത് വാലിഡ് ആണോ? അത് നോട്ട് വാലിഡ് എന്നാണ് പറയുന്നത്. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് കിട്ടിയതിന് ശേഷം മാത്രമേ ബിസിനസ് തുടങ്ങാനായിട്ട് പറ്റൂ. അല്ലാതെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ, മിസ്റ്റർ നാസർ, a promoter, wants to form a public company. What are the stages has to follow the formation of the company? Company follow ചെയ്യുമ്പോൾ നമുക്ക് stages, very important questions. ഒന്ന്, പ്രൊമോഷൻ. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഫോർമേഷൻ ഓഫ് ദ കമ്പനിയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ അത് അനലൈസ് ചെയ്യുന്നത്, ഇനി സ്റ്റെപ്സ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് എല്ലാം പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ്. നെക്സ്റ്റ് വൺ ആണ് ഇൻകോർപ്പറേഷൻ. കമ്പനി കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺലി വെൻ രജിസ്റ്റേർഡ് വിത്ത് രജിസ്റ്റേർഡ് ഓഫ് ദ കമ്പനീസ്. അത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ കമ്പനിക്ക് എക്സിസ്റ്റൻസ് ഉണ്ടാവത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ രജിസ്ട്രാറിന് കൊടുക്കണം. അതിനാവശ്യമുള്ള ഡോക്യുമെന്റ്സും ഫീസും ഒക്കെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. രജിസ്ട്രാർ ആഫ്റ്റർ വെരിഫൈങ് ഓൾ ഡോക്യുമെന്റ്സ് ഇഷ്യൂസ് എ സർട്ടിഫിക്കറ്റ്. അപ്പോൾ എല്ലാം ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്ത് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇതാണ് കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് തേർഡ് സ്റ്റേജ് ആണ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പബ്ലിക് കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ഷെയർസും ഡിബഞ്ചേഴ്സും ഇഷ്യൂ ചെയ്തുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ അവർ പ്രോസ്പെക്ടസും ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഫോർമാലിറ്റീസ് ഒക്കെ വെച്ച് ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്യും. ഫോർത്ത് വൺ ആണ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. A public company can commence business only after getting certificate of commencement of business. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ്. For this, a company must file a certain documents to the registrar. The registrar, upon satisfaction, issues a certificate of commencement of business. കമ്പനി അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് രജിസ്ട്രാറിന് കൊടുത്തു കഴിയുമ്പോൾ രജിസ്ട്രാർ എന്ത് ചെയ്യും? കൃത്യമായിട്ട് അത് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ഇഷ്യൂ ചെയ്യും. Name the part of the memorandum of association of the company in which following details are mentioned. ചില കാര്യങ്ങൾ പറയും, അത് ഏത് ക്ലോസിന്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. പർപ്പസ് ഓഫ് ദ കമ്പനി പറയുന്നത് ഒബ്ജക്റ്റീവ് ക്ലോസിന്റെ ഭാഗമായിട്ടാണ്. നെയിം ഓഫ് ദ കമ്പനി പറയുന്നത് നെയിം ക്ലോസിന്റെ ഭാഗമായിട്ടാണ്. നോമിനൽ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി പറയുന്നത് ക്യാപിറ്റൽ ക്ലോസിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് സ്റ്റേജസ് ഓഫ് കമ്പനി ഫോർമേഷൻ എല്ലാം കൃത്യമായിട്ട് പഠിക്കണം. ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള എല്ലാ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ടേബിൾ എ ആയിക്കോട്ടെ, സ്റ്റേറ്റ്മെന്റ് ലീ ഓഫ് പ്രോസ്പെക്ടസ് ആയിക്കോട്ടെ, പ്രോസ്പെക്ടസ് ആയിക്കോട്ടെ, എല്ലാ ഡോക്യുമെന്റ്സും കൃത്യമായിട്ട് പഠിക്കണം. ഇതിൽ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നുള്ള ഡിഫറൻസ് പഠിക്കണം. പിന്നെ ഇതിൽ ക്ലോസുകൾ 6 ക്ലോസുകൾ പറയുന്നുണ്ട്. ഇതിൽ 6 ക്ലോസുകളുടെയും ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കണം. കാരണം ഓരോന്നും ഇതുപോലെ നെയിം ഓഫ് ദ കമ്പനി, നെയിം ക്ലോസ് എന്ന് പറയുന്നത് പോലെ ഓരോ ക്ലോസുകളെ കുറിച്ചും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇത്രയധികം ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത്.